ഷിംജിതയെ അറസ്റ്റ് ചെയ്ത വാർത്ത നേരത്തെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു എന്ന പുതിയ വിവരം വരികയാണ്. ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ്, ഈ കോടതിയിൽ ഹാജരാക്കിയത് എപ്പോഴായിരുന്നു? ഏത് കോടതിയാണ്? ഇപ്പോൾ റിമാൻഡ് നടപടി ഏത് തരത്തിലാണ്? ആ കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ, കോടതിയുടെ ഈ നടപടികൾ കൂടി വരുമ്പോൾ ഉള്ളത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വടകരയിലെ ബന്ധു വീട്ടിൽ നിന്ന് ഷിംജിത മുസ്തഫയെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കുന്നമംഗലത്തെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അവിടെ നിന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് ഷിംജിതയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മഞ്ചേരിയിലെ കോടതിയിലേക്കാണ് ഷിംജിതയെ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അത്തരം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ അഭിഭാഷകൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഷിംജിതയുടെ അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമെന്ന വകുപ്പാണ് ഷിംജിതക്കെതിരെ ചുമത്തിയിരുന്നത്. നോൺ വയലബിൾ ഒഫൻസ് ആയിരുന്നു. എന്നാൽ ഇതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഷിംജിത ശ്രമിച്ചെങ്കിലും അതിനിടയിൽ തന്നെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാര്യം. 14 ദിവസത്തെ റിമാൻഡാണ്. തുടർ നടപടികളുമായിട്ട് ഷിംജിത അഭിഭാഷകൻ മുന്നോട്ട് പോകും എന്നുകൂടെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദീപകിന്റെ ആത്മഹത്യയിൽ ബസ്സിൽ വെച്ചുണ്ടായ ഒരു വീഡിയോ ചിത്രീകരണം, ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപക് ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യയിലാണ് കുടുംബം കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത്. ആ പരാതിയെ തുടർന്ന് ഇപ്പോൾ അതിൽ പ്രാഥമിക മൊഴിയൊക്കെ രേഖപ്പെടുത്തി അതിവേഗ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ ദീപകിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ആ കുടുംബത്തിന് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിൽ എന്ത് തുടർ നടപടി, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന വകുപ്പിനൊപ്പം തന്നെ മറ്റെന്തെല്ലാം വകുപ്പുകളാണ് ഇതിൽ ചേർക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇനി ഉദ്വേഗമുള്ളത്. കാരണം ഇതിലിപ്പോൾ പ്രധാനമായിട്ടും കുടുംബത്തിന്റെ മൊഴിയും ദീപകിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും ഷിംജിതയുടെ മൊഴിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം അന്നേ ദിവസം പയ്യന്നൂരിൽ ഇതുമായി സഞ്ചരിച്ച ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ചിത്രീകരിച്ചതിന്റെ ഒറിജിനൽ വീഡിയോയുടെ ശാസ്ത്രീയമായ തെളിവെടുപ്പ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടതുണ്ട്. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമികമായി ഇന്ന് തന്നെ വടകരയിലെ ബന്ധു വീട്ടിലെത്തി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി കുന്നമംഗലത്തെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ മഞ്ചേരിയിലെ ജയിലിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? വലിയ പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന നിലയിലാണോ പോലീസ് അല്പം കൂടി രഹസ്യമായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയത്? തീർച്ചയായിട്ടും വലിയ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു പോലീസ് ഇതിലെ എല്ലാ നീക്കുപോക്കുകളും ചെയ്തത്. വടകരയിലെ ബന്ധുവീട്ടിൽ പോലീസ് മഫ്തിയിലാണ് എത്തിയത്. മഫ്തിയിലെത്തി ഷിംജിതയെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അത്തരം വിവരങ്ങളൊന്നും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും പുറത്തു വിട്ടിരുന്നില്ല എന്നുള്ളതോടു കൂടിയാണ് കാര്യം. ഇന്ന് ഈ കോടതിയിലേക്ക് ഷിംജിതയെ കൊണ്ടുവരുമ്പോൾ പോലും വൻ പോലീസ് സുരക്ഷ, വൻ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് ഒരു വരി ഷിംജിതയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലുള്ള ഒരു അവസരം പോലും ഉണ്ടായില്ല. പോലീസ് അത്ര സുരക്ഷയോടുകൂടി തന്നെ ഷിംജിതയെ വാഹനത്തിൽ കയറ്റി റിമാൻഡ് കഴിഞ്ഞ് ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 1 മണിക്കൂറിനകം മലപ്പുറം മഞ്ചേരിയിലെ കോടതിയിൽ ഷിംജിതയെ കൊണ്ട് പോലീസ് എത്തുകയും ചെയ്യും. രതീഷ്.